ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. ക്രിസ്മസ് വരവറിയിച്ച് കരോൾ സംഘങ്ങളും സജീവം. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ഒരു ക്രിസ്തുമസ് കൂടി. നാടും നഗരവും ക്രിസ്തുമസിൻ്റെ ആവേശ തിരക്കിലാണ്. വിപണികൾ നേരത്തെ തന്നെ സജീവം. ക്രിസ്തുമസ് എത്തിയതോടെ വിപണികളിൽ തിരക്ക് കൂടി. ജാതിമത ഭേദമില്ലാതെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ഒരുക്കി. കരോൾ സംഘങ്ങൾ വിശ്വമാനവികതയുടെ ഉണർത്തുപാട്ടുകളുമായി സജീവം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷത്തിന്റെയും യുദ്ധത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് ഈ വർഷത്തെ ക്രിസ്തുമസ്. ലോക സമാധാനത്തിന്റെ പ്രാർത്ഥന കൂടിയാണ് ഇത്തവണത്തെ ക്രിസ്തുമസ് സന്ദേശങ്ങൾ. വലിയ സന്തോഷത്തിൻ്റെ പ്രത്യാശയുടെ ഒരവസരമാണ്. ലോകമെങ്ങും ഒരേപോലെ തന്നെ ആചരിക്കുന്ന വലിയൊരു മഹോത്സവമാണ് ക്രിസ്തുമസ്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് 8.5 നൂറ്റാണ്ട് മുൻപാണ് ബൈബിളിൽ ഇസിയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നത്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ തലമുറകൾ കാത്തിരുന്ന ആ സദ്വാർത്തയാണ് കാലിത്തൊഴുത്തിലെ ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതലിൻ്റെ സാന്നിധ്യം. മാലാഖമാർ ബത്ലഹേമിലെ മലഞ്ചെരുവിൽ പകലന്തിയോളം അധ്വാനിച്ച് വിശ്രമിച്ചിരുന്ന ഇടയന്മാരോട് അരുൾ ചെയ്തു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഒരു പൈതലിനെ നിങ്ങൾ കാണും. ആ രാത്രിയിൽ തന്നെ അവർ മാലാഖമാർ പറഞ്ഞതനുസരിച്ച് ആ പുൽക്കൂടൻ ലക്ഷ്യമാക്കി യാത്രയായി. അവർ മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും സാന്നിധ്യത്തിൽ ഇങ്ങനെ മയങ്ങി ഉറങ്ങുന്ന ആ ദിവ്യ പൈതലിനെ കണ്ടു. അങ്ങനെ സ്വർഗത്തിൻ്റെ സാന്ത്വനം അവരുടെയും ഹൃദയത്തിൽ അനുഭവിക്കാനായി. വിവിധ ഗോത്രങ്ങളുടെ പേരിൽ രാഷ്ട്രീയമായ പല കാരണങ്ങൾ കൊണ്ട് നിരന്തരമായ ആക്രമണങ്ങളുടെ നിര തന്നെ നടന്നു. അവരുടെ മുറിവുണങ്ങിയിട്ടില്ല. ഈ സാഹചര്യങ്ങളിൽ ഈശ്വരൻ ജനിക്കണം അവരുടെ ഹൃദയങ്ങളിൽ. ഈ സാഹചര്യത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും കാരുണ്യവും മാനവ ഹൃദയങ്ങളിൽ കടന്നു വരണം. എങ്കിൽ മാത്രമാണ് അർത്ഥപൂർണമായ ക്രിസ്തുമസ് ഈ വർഷം നമുക്കുണ്ടാവുകയുള്ളൂ. ഈ ക്രിസ്മസ് അവസരത്തിൽ നമുക്ക് അതുകൊണ്ട് ഒരു പുനർവിചിന്തനത്തിന് സമയമാകട്ടെ. പരസ്പരം ക്ഷമിക്കാൻ, പൊറുക്കാൻ, അന്വചനപ്പെടാൻ, അങ്ങനെ സമഭാവനയോടെ, സ്നേഹത്തോടെ, കരുതലോടുകൂടെ പുതിയ കാലഘട്ടത്തിലേക്ക് നടന്നു നീങ്ങാൻ നമുക്ക് പ്രചോദനമാകട്ടെ. അങ്ങനെയുള്ളൊരു ക്രിസ്തുമസ് സ്നേഹമോടെ ആശംസിക്കുന്നു. ഏവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പ്രത്യാശയോടെ നമുക്ക് നടന്നു നീങ്ങാം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അർദ്ധരാത്രി ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി വിവിധ ചടങ്ങുകൾ നടക്കും. ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കുമായി ദേവാലയങ്ങൾ ഇതിനകം ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ണൂർ 1 കണ്ണൂർ. AKG Memorial Cooperative Hospital, Kannur.